ഹയാൾ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയാണ്. അങ്ങനെ നമ്മുടെ ആരതി സുകുമാര മുത്തശ്ശിനെ പ്രിയങ്കനെ ആ ജയിലിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം തന്നെ അവരോടൊന്ന് വാൺ ചെയ്യുന്നുണ്ട് ചതിക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. അപ്പം നാളെയാണ് വരുണിൻ്റെ ആ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ കൃത്യസമയത്ത് ആ ഒരു സ്ഥലത്ത് വന്നിരിക്കണം. അപ്പോൾ ആ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 25 കോടി നിങ്ങൾക്ക് തരുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്ലാന് ചതിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും മുങ്ങാനോ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു നിയമ നടപടി നേരിടേണ്ടി വരും എന്നൊക്കെ അവർക്കൊരു ഭീഷണി കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഇല്ല വക്കീലേ, ഞങ്ങളങ്ങനെ ചതിക്കില്ല, ഞങ്ങൾ എന്തായാലും നാളെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, എന്തെങ്കിലും ചതിക്കാൻ എന്തെങ്കിലും പ്ലാനോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് എന്തായാലും ആരതി നാളെ കൃത്യസമയത്ത് വരുണിൻ്റെ ആ ഡിവോഴ്സ് കാര്യങ്ങൾക്കും പിന്നെ 25 കോടി നൽകാനുള്ള ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ്. പോയി കഴിഞ്ഞതിന് ശേഷം പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പ്രിയങ്ക പറയുന്നുണ്ട്, അവരുടെ ഒരു അഹങ്കാരം കണ്ടോ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നു, ഇതിലൊന്ന് നിൽക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് 25 കോടി വരാനുള്ള ആ കാര്യം ആലോചിക്ക്, ഇതൊക്കെ ഒന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു നിസാരാക്കി കണക്കാക്കിയിട്ട് അവർ ആ 25 കോടിയിലങ്ങ് സ്വപ്നം കാണുകയാണ്. എന്നിട്ട് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു ദിവസം കൊണ്ട് നമ്മൾ വലിയ കോടീശ്വരന്മാരാവാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്കയും പറയുന്നുണ്ട്, അമ്മേ, നമ്മൾ 25 കോടിയാണ് നമ്മളെ കയ്യിലേക്ക് വരുന്നത്, എന്നിട്ട് നമുക്ക് അങ്ങ് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രിയങ്ക സുകുമാരൻ മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും 25 കോടി കിട്ടാതെ നമുക്ക് ആറ്റുവാശ്ശേരിക്ക് പോകണ്ട, ആ പണം കിട്ടിയിട്ട് മാത്രം ഇനി വീട്ടിൽ കയറിയാൽ മതി, അല്ലാതെ ആ ദേവൻ്റെ അടുത്തേക്ക് പോകണ്ട എന്നൊക്കെ അവരങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കണിമംഗലത്താണെങ്കിൽ എല്ലാവരും വീട്ടിലിങ്ങനെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെയാണ് ആ വരുണ് പറഞ്ഞ ആ ഒരു 25 കോടി കൊടുക്കേണ്ട ദിവസം. അപ്പോൾ ആ ഡിവോഴ്സ് കേസ് എല്ലാം കഴിഞ്ഞ് അവർ നാളെയാണ് വരുണും രാധികയും ഒന്ന് ഫ്രീ ആയി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അപ്പോൾ 25 കോടി നാളെയാണ് കൊടുക്കുന്നത് രാധിക മോളെ അറിഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 25 കോടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുണും രാധികയും കൂടി ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് പറയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ 25 കോടിയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ജീവിതം അങ്ങ് ഞങ്ങൾ സേഫാക്കാൻ നോക്കുന്നത് എന്നുള്ള മട്ടിലാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൻ ജയഭാരതി മുത്തശ്ശിയും പറയുന്നുണ്ട്, എടി എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഞങ്ങളെ ഇടയിൽ ഇങ്ങനെ സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വേദന ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ 25 കോടിയെങ്കിലും കൊടുത്തിട്ട് ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ ആ ഒരു ദിവസം ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളങ്ങ് ഫ്രീ ആകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്. അപ്പം പത്മിനിയും പറയുന്നുണ്ട്, അതും ശരിയാണ്, നിൻ്റെ വേദന പിന്നെ ഞങ്ങളല്ലാതെ പിന്നെ വേറെ ആരാ കാണുക, അതുകൊണ്ട് ആ 25 കോടി എന്നുള്ള ഒരു നിസ്സാരമാണ്, നിങ്ങളുടെ ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്, നിങ്ങൾ ആ ഒരു സന്തോഷത്തിനേക്കാളും വലുതല്ല ഞങ്ങൾക്ക് ഈ 25 കോടി, അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷവതിയാണ്. നാളത്തെ ആ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയില്ലേ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ റിസ്കുകളൊന്നും ഇല്ല, പിന്നെ ബുദ്ധിമുട്ടുകളായിട്ട് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അവരെല്ലാവരും കൂടി ഇവളോട് ഇങ്ങനെ പറയാണ്. അവർ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ട്. അവളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവർ 25 കോടി രൂപ അത്രയും വലിയൊരു എമൗണ്ടൊക്കെ മുടക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഈ രാധികയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നത്. അവർ രാധിക വരുണിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, വരുൺ വാ, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉർവശിയും കൽപ്പനയും കൂടി ഒളിഞ്ഞിരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ആ 25 കോടി കൊടുക്കുന്ന ആ ചർച്ചകളൊക്കെ അവരുടെ കൂടെ കൂടാതെ ഈ കാര്യങ്ങളൊക്കെ പിറകേന്ന് നോക്കി അങ്ങ് കാണുന്നുണ്ട്. എന്തായാലും രാധിക നേരെ വരുണിനെയും പിടിച്ചിട്ട് ആ ഒരു പൂജാമുറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ പോകുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മുടെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും കൂടി അവരുടെ പിന്നാലെ അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവൾ നേരെ വരുണിനെ കൊണ്ടുപോയിട്ട് അവളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇത്രയും വലിയൊരു ഭാഗ്യം, ഇത്രയും വലിയൊരു കുടുംബത്തിന് കിട്ടിയത് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം 25 അത്രയും വലിയൊരു പണം കൊടുത്തിട്ടും തൻ്റെ സന്തോഷമാണ് വലുത് എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെ ഒരു ഭാഗ്യം തന്നെ വേണം. അതുകൊണ്ട് അവൾ ആ ദൈവത്തിനോട് അങ്ങ് നന്ദി പറയുകയാണ്, ഇത്രയും വലിയൊരു കുടുംബത്തിനൊക്കെ തന്നതിനും. ഇനി എല്ലാ പ്രശ്നങ്ങളും നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. നാളെ തൊട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി ആ ഒരു ബുദ്ധിമുട്ടില്ല. പ്രിയങ്ക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നന്ദി അവർ പറയണം. നാളെ തൊട്ട് ഇനി നമുക്ക് ജീവിക്കാൻ തുടങ്ങാൻ വരുന്നത്, നാളെ തൊട്ടാണ് ഇനി നമ്മൾ ശരിക്കൊന്ന് ജീവിക്കുന്നത്. ഇതുവരെയുള്ളൊരു ജീവിതം പോലെയല്ല, നാളെ ഇനി നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇവരുടെ ജീവിതം ഇനിയെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ജീവിക്കുമല്ലോ, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആ 25 കോടിനെക്കാട്ടിലും എത്രയോ വലുതാണ് ഇവരുടെ ഒരു സ്നേഹം, അത് കാണുന്നത് തന്നെയാണ് എത്രയും വലിയ ഭാഗ്യം എന്നൊക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയഭാരതി മുത്തശ്ശിയും ഈ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഇവരുടെ ആ ഒരു കാര്യങ്ങളും അവരുടെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാധിക പറയുന്നുണ്ട്, ഇനി നമുക്കൊന്ന് ശരിക്കൊന്ന് ജീവിക്കണം, ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നാൽ ആ ഒരു ഡിവോഴ്സ് കേസ് ഈസി ആയിട്ട് അങ്ങ് അവസാനിക്കും എന്നുള്ള മട്ടിലാണ് എന്തായാലും എല്ലാവരും നിൽക്കുന്നത്. ശ്യാമയുടെ അടുത്താണെങ്കിൽ ആരതി ഉണ്ട്, പിന്നെ അമൃതേടത്തി ഉണ്ട്. അപ്പോൾ അമൃതേടത്തിനോടും ആരതിനോടൊക്കെ ഈ ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ ആ ഒരു കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ. ഈ സുകുമാരി അമ്മയും ഈ പ്രിയങ്ക എന്ന് പറയുന്ന ആ 2 പേരും ചതിക്കാനും അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമയും പറയുന്നുണ്ട്, അമൃതേടത്തിയും പറയുന്നുണ്ട്. അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവർക്ക് ദേവനെ പോലും പറ്റിക്കാൻ ഈസിയാണ്. അവർ ദേവനെ പോലും ചതിക്കും. ആ ഒരു ആളുകൾ എങ്ങനെ പിന്നെ നമ്മളെ ചതിക്കാതിരിക്കുക, അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഉപായം കണ്ടെത്തി എന്തെങ്കിലും ഒരു ചതി ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അമൃതേടത്തിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആരതി പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ 2 പേർക്കും ഇത് വലിയൊരു വിശ്വാസം ഇല്ല, അവർ 2 പേരും വിശ്വാസമില്ല ഈ ഒരു സംഭവം നടക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് 2 പേർക്കും നല്ല ഡൗട്ട് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ കാര്യം അവരുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾ നോക്കരുത്. അവർ എന്നോടാണ് ഡീൽ ചെയ്തത്. അപ്പോൾ എനിക്കറിയാം ഈ ഡീൽ എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ അവരുടെ ആ ഒരു കാര്യത്തിൽ ഈ ഒരു ഡിവോഴ്സ് കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. മറ്റുള്ളവരെ ചതിക്കുന്ന പോലെ അവരെന്തായാലും എന്നെ ചതിക്കാൻ നോക്കില്ല. ഇനി എങ്ങാനും അവർ അതിനെങ്ങാനും ശ്രമിച്ചാൽ അതിനുള്ള പ്രത്യാഘാതം അവർ താങ്ങേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഈ ഒരു ആളുകൾക്കിടയിൽ, ഞങ്ങൾ ഈ വക്കീലന്മാർക്കിടയിൽ ഞങ്ങളുടെ എന്തെങ്കിലും റൂള് തെറ്റിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ റൂള് തെറ്റിച്ച ആളുകൾക്കെതിരെ ഒരു സംഘമുണ്ട്, ഒരു കൊട്ടേഷൻ സംഘമുണ്ട്. അവരൊരു കൊല്ലാൻ പോലും മടിക്കാത്ത ചിലരാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിച്ചാൽ അവരിറങ്ങും. അവരിറങ്ങിക്കഴിഞ്ഞാൽ അവർ തീർക്കും ഇവരുടെ 2 പേരുടെയും കാര്യങ്ങൾ. പിന്നെ ഇവർ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്ന് കഴിയേണ്ടി വരും. അവരുടെ ജീവിതം തന്നെ അവസാനിക്കാൻ വരെ അവർക്ക് കഴിയും. അവർക്ക് കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അവർ എന്താണ് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളോട് എന്തെങ്കിലും ഒരു ചതി ചെയ്ത് ആ ഒരു ടീം അങ്ങ് പ്രവർത്തിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ ആരതി അങ്ങ് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അമൃതയും പറയുന്നുണ്ട്, ആഹാ നിങ്ങളുടെ ഇടയിലുണ്ടോ ഇങ്ങനെയുള്ള കൊട്ടേഷനൊക്കെ എന്നൊക്കെ ഇങ്ങനെ അവളോടൊരു തമാശ രൂപേണ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളങ്ങ് ചിരിക്കുന്നൊക്കെ ഉണ്ട്. കാരണം അവരുടെ ഇടയിലുണ്ട് ഇങ്ങനെയുള്ള കൊട്ടേഷനും കാര്യങ്ങളും എല്ലാം. കാരണം ചതി ചെയ്താൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു പണി എന്തായാലും തിരിച്ചു കിട്ടും എന്നൊക്കെയാണ് ആരതി പറയുന്നത്. അപ്പോൾ ആരതി ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു വിശ്വാസം വരികയാണ്. ഇനി എങ്ങാനും അവർ ചതിച്ച് കഴിഞ്ഞാൽ ആ ആളുകൾ അവരെ കാര്യങ്ങൾ അങ്ങ് നോക്കിക്കോളും. പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ അടുത്തായിരിക്കും. അവർ തീരുമാനിക്കും ഇനി അവരുടെ ജീവിതം എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ആശ്വാസം വരികയാണ്. എന്തായാലും അവർ ചതിച്ചാൽ ഇങ്ങനെ ഒരു പ്രതിവിധി ഉണ്ടല്ലോ, അവർ പിന്നെ ജീവിതം അവർക്ക് കുറച്ച് ദുർഘടമായിരിക്കും എന്നുള്ള ആ ഒരു ധാരണ ശ്യാമക്കും അമൃതക്കും ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ വരുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവർ ചതിക്കും എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇവർ 2 പേരുടെ മനസ്സും പറയുന്നത്. പക്ഷേ ആരതിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്, അവർ ചതിച്ചാൽ അവർക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് അവർ ചതിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആരതിയും വിശ്വസിക്കുന്നത്. ഉർവശിയും കൽപ്പനയാണെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലാണ്. കാരണം അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കനമംഗലത്തുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ആ ഒരു സങ്കടമാണ്. അവരുടെ ഒരു പ്ലാനിങ്ങും വർക്കൗട്ട് ആയിട്ടുമില്ല, അവരുടെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുമില്ല. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു പാവപ്പെട്ട ദരിദ്രവാസിയായിട്ടുള്ള ആ രാധിക എത്രയും പെട്ടെന്നാണ് ഒരു വലിയൊരു കോടീശ്വരി ആയത്, അതും വലിയൊരു സെലിബ്രിറ്റിയുടെ മകള്, കോടാനുകോടി സ്വത്തുക്കളൊക്കെയാണ് അവൾക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർക്ക് അങ്ങ് അസൂയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഒരുപാട് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, പക്ഷേ ഒരു ആഗ്രഹം പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ഈ രാധിക. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹങ്ങളും സാധിക്കുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ അതാ രാധികക്കും സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഓരോ ദിവസവും ഓരോ ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കുന്നുപോലെ ആഗ്രഹിച്ചിട്ട് ഒരു ഭാഗ്യം പോലും നമുക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ആ ഒരു അസൂയയിൽ അവളോട് അങ്ങ് സംസാരിക്കുന്നുണ്ട്. അവൾ കൽപ്പന പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ഒരു കാര്യങ്ങളും പ്ലാനും വർക്കൗട്ട് ആകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇനി അവരുടെ ആ വളർച്ചയൊക്കെ ഇങ്ങനെ കണ്ടു നോക്കിക്കൊണ്ടിരിക്കുക. ഇനി നാളെ ആ വരുണിൻ്റെ ഡിവോഴ്സ് കേസും കൂടി അങ്ങ് ക്ലോസ് ചെയ്താൽ അവരുടെ ജീവിതം അങ്ങ് സേഫായി. അപ്പം നമുക്ക് ഇനി ഒരു കാര്യങ്ങളും ഇല്ല ചെയ്യാൻ, എല്ലാം അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം സേഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്ലാനിങ്ങളൊക്കെ ഫ്ലോപ്പും ആയിക്കൊണ്ടിരിക്കുകയാണ്.
എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ഈ കൽപ്പന പറയുന്നത്, അല്ല ഗൗതമനൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അഥവാ ഇനി ഗൗതമിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. എന്നാലും നമുക്ക് അവർക്കൊന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പറയാം. നാളെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യം ആ ഒരു 25 കോടി കൊടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് എന്നുള്ള ഈ വാർത്തയൊക്കെ എന്തായാലും അവരെയും കൂടി അറിയിക്കുക എന്നൊക്കെ ഇങ്ങനെ കൽപ്പന ഉർവശിനോട് പറയാണ്. അപ്പോൾ ഉർവശി എന്തായാലും അവന് വിളിച്ച് കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ ഗൗതമിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. ഗൗതമിനോട് പറയുന്നുണ്ട്, എടാ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലതും അറിഞ്ഞോ? ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ആ പ്രിയങ്കയുടെ കാര്യങ്ങളും നാളെ അങ്ങ് ക്ലോസ് ചെയ്യാണ്. അവളുടെ ആ ഡിവോഴ്സ് കേസാണ് ഇനി നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, എല്ലാം അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ള മട്ടിൽ അങ്ങ് ഗൗതമിനോട് ഉർവശി കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇടം വരെ വന്നിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പം ഉർവശി ചോദിക്കുന്നുണ്ട്, എന്ത് ഇടത്തേക്കാണ് നീ പോയത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശി അവനോട് തിരിച്ചങ്ങ് ചോദിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനൊരു സ്വാമിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇയാൾക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിക്കാൻ കഴിയും, അങ്ങനെയുള്ള ഒരാളടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉർവശി അവനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ ഇപ്പോൾ പൂജക്കും ഇതിനൊക്കെയാണ് പോയിരിക്കുന്നത്, അത് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് അങ്ങനെ ചീത്ത പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് പരിഹരിച്ചേനെ, അവർ ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയാണ്. അപ്പോൾ ഗൗതം ആ ചന്ദ്രശേഖരന് ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് എന്തായാലും ഡയറക്റ്റായിട്ട് ഉർവശിനോട് പറയുന്നില്ല, ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള മട്ടിലാണ് എന്തായാലും ഗൗതം അങ്ങ് സംസാരിക്കുന്നത്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ആ സ്വാമിജിക്ക് ഒന്ന് നിങ്ങൾക്ക് ഫോൺ കൊടുക്കുക, ആ സ്വാമിനോട് നിങ്ങൾ നേരിട്ട് അങ്ങ് സംസാരിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉർവശി എന്തിന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരു നിസ്സാരമായിട്ട് കാണുകയാണ് ആ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ കൽപ്പനോടും പറയുന്നുണ്ട്, അവനെ ഏതൊരു സ്വാമിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണല്ലോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ കൽപ്പനയും പറയുന്നുണ്ട്, നല്ല ബെസ്റ്റ്, ഈ സമയത്താണല്ലോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ടാണല്ലോ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് എന്നുള്ള മട്ടിൽ ഈ കൽപ്പനയെ അങ്ങ് പുച്ഛിച്ച് തള്ളാണ്. അപ്പോൾ നേരെ ഈ സ്വാമിജിക്ക് ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് തന്നെ ഈ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഫോൺ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരനെ ഉർവശി എന്നങ്ങ് വിളിക്കുന്ന സമയത്ത് ഇവർക്ക് അങ്ങ് ആ സൗണ്ട് കേട്ടിട്ട് അവരങ്ങ് മനസ്സിലാക്കുകയാണ് ഇത് ചന്ദ്രശേഖരനാണ് എന്ന്. അപ്പോൾ അവർ നിങ്ങൾ ചന്ദ്രേട്ട നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് സന്തോഷ പ്രകടനം നടത്താണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പിന്നെ വരുണിൻ്റെ നാളത്തെ ആ ഡിവോഴ്സ് കേസ് എന്തായാലും നടക്കില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ആണോ എന്നൊക്കെ ഉർവശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരനോട് ചോദിച്ചറിയാൻ. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ഈ ഡിവോഴ്സ് കേസ് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു ഡിവോഴ്സ് കേസ് നടക്കില്ല, നീ ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചന്ദ്രശേഖരൻ അവർക്കൊരു ധൈര്യം കൊടുത്തോണ്ട് ഉർവശി അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, അല്ല ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ എന്നെ ഒന്ന് കാണാൻ വരാതിരുന്നത് ഇങ്ങോട്ട്, എന്നാലല്ലേ ഞാൻ അറിയൂ, നേരിട്ടൊന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്നിട്ട് ഞാൻ നേരിട്ട് കാണാൻ വരാം, അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അപ്പോൾ ചെയ്ത് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉർവശിക്കും കൽപ്പനയ്ക്കും എന്തായാലും സന്തോഷമാണ് ചന്ദ്രശേഖരനെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇനി എല്ലാ പ്രശ്നങ്ങളും അവരങ്ങ് ഹാൻഡിൽ ചെയ്തോളും. ഇനി ഈ ഉള്ള ഒരു ഡിവോഴ്സ് കേസിൻ്റെ ഈ ഒരു ഇഷ്യൂ കൂടി അവരങ്ങ് ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും അന്ന് ഒഴിവാക്കി തന്നോളും എന്നുള്ള ആ ഒരു സന്തോഷം എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുകയാണ്. പിന്നെ എന്തായാലും കണിമംഗലത്ത് അവർ ആ 25 കോടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും എന്തായാലും ഇവർ ഉർവശിനോടും കൽപ്പനോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ കാണുമ്പോൾ ഭാരതി മുത്തശ്ശി അവരെ അങ്ങ് വിളിക്കുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് കാര്യം പറയുന്നുണ്ട്, ഉർവശി ഞങ്ങളിവിടെ എന്താ നടക്കുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും നീ അറിഞ്ഞോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഞാൻ എന്താ അറിയാനാ എന്നൊക്കെ ഇങ്ങനെ അവർ ഒരു പാവം മട്ടിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ വരുണിൻ്റെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ 25 കോടി കൊടുത്തിട്ട് ആ ഒരു കാര്യം അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ച് സ്വസ്ഥമായിട്ട് അങ്ങ് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്, ഇനി ഈ ഒരു പ്രശ്നം കൂടി ഇവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോകാൻ നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോടങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിന്നോട് പറയാത്തത് എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് നീ ഒരു പ്രശ്നക്കാരി ആയതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ മാറ്റി നിർത്തില്ലായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെ ഉർവശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പിന്നെ കൽപ്പനയോട് പറയുന്നത്, കൽപ്പന നീ കേട്ടോ, അവൻ്റെ ഡിവോഴ്സ് കേസാണ് ഇത്, ആ ഒരു കേസ് അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ ഇവരോട് രണ്ടുപേരോടും അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ ഇവർ ഞാൻ കേട്ടു, എനിക്കറിയാം എന്നുള്ള മട്ടിൽ അവർ രണ്ടുപേരും അങ്ങ് മൂളുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അപ്പോൾ ഇനി നാളെ തൊട്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയങ്ക ആയിട്ടുള്ള യാതൊരു കോൺടാക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവരുത്, നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങൾ പ്രിയങ്കയ്ക്ക് വിളിക്കും, അവൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ്
നിങ്ങൾ ഇവിടെ അങ്ങ് പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ അവളെ വിളിച്ച് പറയും. അങ്ങനെയില്ല, ആ ഒരു ഫോൺ വിളി ഇനി മുതലുണ്ടാവരുത്. അവളുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവളോട് ഫോൺ വിളിക്കാനോ ഒരു കാര്യത്തിന് ഇവിടെയുള്ള ഒരു സംസാരങ്ങളോ എന്നും അവളോട് അങ്ങ് ഷെയർ ചെയ്യാൻ പോകരുത് എന്നുള്ള ആ ഒരു വാണിംഗ് എന്തായാലും ജയഭാരതി മുത്തശ്ശി അങ്ങ് അവർക്ക് രണ്ടുപേർക്കും അങ്ങ് കൊടുക്കുകയാണ്. അവരെന്തായാലും മൂളുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തായാലും ചന്ദ്രശേഖരന് ജയിലിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവർ അങ്ങ് ഡീൽ ചെയ്തോളൂ. ഈ ഡിവോഴ്സ് കേസ് നടക്കില്ല, ഈ ഡിവോഴ്സിൻ്റെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നല്ല കോൺഫിഡൻസിലാണ് അവർ ഉള്ളിലുള്ളതെങ്കിലും പുറത്ത് അവരൊരു പാവം മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ആ ഒരു ഡിവോഴ്സ് കേസ് നടക്കുമോ ഇല്ല, ഇനി ആ ചന്ദ്രശേഖരൻ എന്ത് പ്രശ്നമാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി കാണാനായിട്ട് വരും. കാരണം ഈ ചന്ദ്രശേഖരൻ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രശ്നം കൊണ്ടായിരിക്കും അയാൾ വരുന്നത്. ഇനി എന്ത് വെച്ചിട്ടായിരിക്കും അവർ ആ ഡിവോഴ്സ് കേസ് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാത്തത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗേസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.